D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളിൽ പെറ്റ്സ് സെയിലുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിലേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. യാതൊരു ചാർജുകളും നമ്മൾ ഈടാക്കുന്നതല്ല. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഇതേപോലെ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കുക. നമുക്ക് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് സെയിൽ പോസ്റ്റ് അല്ല, ഒരു ലാബിൻ്റെ സ്റ്റഡ് സർവീസ് അവൈലബിൾ ആണ്. പാലക്കാട് ഒലവങ്കോടാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ നല്ല അടിപൊളി ലാബിൻ്റെ സ്റ്റഡ് സർവീസ് അവൈലബിൾ ആണ്. പാലക്കാട് റെയിൽവേ കോളനി ഒലവങ്കോട് ആണ് ലൊക്കേഷൻ വരുന്നത്. അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് മിനിയേച്ചർ പോമിൻ്റെ പപ്പീസാണ്. മെയിലും ഫീമെയിലും ഉണ്ട്. ലൊക്കേഷൻ വരുന്നത് കൊല്ലാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 4000 രൂപയാണ് ചോദിക്കുന്നത്. ഇനി അങ്ങോട്ട് കുറച്ച് പപ്പീസൊക്കെ വന്നിരിക്കുന്നത് കൊല്ലത്തു നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മിനി പോമിന് ചോദിക്കുന്ന റേറ്റ് 4000 രൂപയാണ്. അടുത്ത് വന്നിരിക്കുന്ന ലാബ് സാപ്സയുടെ മെയിലും ഫീമെയിലും പപ്പീസാണ് വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 12000 രൂപയാണ് പപ്പിക്ക് ചോദിക്കുന്ന റേറ്റ്. അടുത്ത് വന്നിരിക്കുന്ന യൂറോപ്യൻ ലൈൻ ഡോബർമാൻ്റെ മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 20000 രൂപയാണ്. വിത്ത് KCI ആണ് വരുന്നത്. ലൊക്കേഷൻ വരുന്നത് ലൊക്കേഷൻ വരുന്നത് കൊല്ലമാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. യൂറോപ്യൻ ലൈൻ ഡോബർമാൻ്റെ മെയിൽ പപ്പിക്ക് ചോദിക്കുന്ന റേറ്റ് 20000 രൂപയാണ്. വിത്ത് KCI ആണ്. അടുത്ത് വന്നിരിക്കുന്നത് പോമറേനിയൻ്റെ പപ്പീസാണ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 3500 രൂപയാണ്. ഈ പോമറേനിയൻ്റെ പപ്പീസിന് ചോദിക്കുന്ന റേറ്റ്. ലൊക്കേഷൻ വരുന്നത് കൊല്ലം തന്നെയാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. മെയിലുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 3500 രൂപയാണ് ചോദിക്കുന്ന റേറ്റ് പോമറേനിയൻ പപ്പീസ്. അപ്പോൾ പോമറേനിയൻ്റെ നമുക്ക് ഒരു 6 പപ്പിയോളം എത്തിയിട്ടുണ്ട്. ഇതിനൊക്കെ ചോദിക്കുന്ന റേറ്റ് 3500 രൂപയാണ് ചോദിക്കുന്നത്. ലൊക്കേഷൻ വരുന്നത് കൊല്ലമാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ പെറ്റ്സ് സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. നമ്മുടെ നമ്പർ വീഡിയോയിലുണ്ട്. ഇതും അടുത്തത് പോമറേനിയൻ പപ്പീസാണ്. മെയിലുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട്. 3500 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് വന്നിരിക്കുന്നത് റോട്ടിൻ്റെ വിത്ത് KCI പപ്പീസാണ് വന്നിരിക്കുന്നത്. മെയിലും ഫീമെയിലുണ്ട്. 16500 ഇതിന് ചോദിക്കുന്ന റേറ്റ്. ലൊക്കേഷൻ കൊല്ലം തന്നെയാണ് വരുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ റോട്ടിൻ്റെ അടിപൊളി നല്ല പപ്പീസാണ്. വിത്ത് KCI ആണ്. 16500 രൂപയാണ് വരുന്നത്. അടുത്ത യൂറോപ്യൻ ഡോബർമാൻ്റെ മെയിൽ പപ്പിയാണ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 20000 രൂപയാണ്. വിത്ത് KCI. മൂന്നാമതായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ബോക്സറിൻ്റെ 1 വയസ്സായ ഫീമെയിലാണ് വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 12000 രൂപയാണ്. ഫീമെയിലാണ്. 1 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ എറണാകുളം പുത്തൻകുരിശാണ് ലൊക്കേഷൻ വരുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 12000 രൂപയാണ് വരുന്നത്. അപ്പോൾ ബോക്സറിൻ്റെ ഫീമെയിൽ ബ്രീഡിംഗ് പർപ്പസിനൊക്കെ വാങ്ങാൻ പറ്റിയതാണ്. 12000 രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ 1 വയസ്സായത്. അടുത്ത നമുക്ക് പ്രാവുകൾ വന്നിരിക്കുന്നത് നിലമ്പൂരിൽ നിന്നാണ്. ഇതിൽ കൊടുക്കാൻ വന്നിരിക്കുന്നത് ഒരു പോമറേനിയൻ പൗഡറും 10 കള്ളിയായ മെയിലാണ്. അതേപോലെ തന്നെ ഒരു നാടൻ പ്രാവും കൂടിയും 1000 രൂപയാണ് ചോദിക്കുന്നത്. ഈ പോമറേനിയൻ പൗഡറും അതേപോലെ തന്നെ ഒരു നാടൻ പ്രാവും ഉണ്ട്. രണ്ടും മെയിലുകളാണ്. 10 കള്ളിയായതാണ്. അപ്പോൾ ഈ പൗഡറിന് ഒരു കണ്ണിന് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അത് കാരണമാണ് ഇത്ര റേറ്റ് കുറവിന് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രീഡർ അതിനെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. കണ്ണിനൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ഒരു കണ്ണിന്, ഈ പൗഡറിൻ്റെ. അപ്പോൾ ഇത് രണ്ടും കൂടി ചോദിക്കുന്നത് 1000 രൂപയാണ്. നിലമ്പൂരാണ് സ്ഥലം വരുന്നത്. അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് പപ്പീസാണ് വന്നിരിക്കുന്നത്. തിരുവനന്തപുരം ആറ്റുകാൽ ആണ് പ്ലേസ് വരുന്നത്. ലാബ് സാപ്സും ടെറിയറും കോമ്പിനേഷനിലുള്ള പപ്പീസാണ് വന്നിരിക്കുന്നത്. 2 ഫീമെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത്. ഒരു വൈറ്റ് ഫീമെയിലിന് ചോദിക്കുന്ന റേറ്റ് 6000 രൂപയും ഈ ബ്ലാക്ക് കളറിന് ചോദിക്കുന്ന റേറ്റ് 4000 രൂപയാണ് വരുന്നത്. 2 ഫീമെയിൽ പപ്പീസാണ്. ലാബ് സാപ്സും ടെറിയറും തമ്മിലുള്ള കോമ്പിനേഷനിൽ വരുന്ന പപ്പീസാണ് വരുന്നിരിക്കുന്നത്. ബ്ലാക്ക് ഫീമെയിലിന് ചോദിക്കുന്നത് 4000 രൂപയാണ് ചോദിക്കുന്നത്. വൈറ്റ് കളറ് ഫീമെയിലിന് ചോദിക്കുന്നത് 6000 രൂപയാണ്. ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ആറ്റുകാലാണ്. അപ്പോൾ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. ഇതിൻ്റെ മദറിൻ്റെ പിക്ക് നമ്മൾ വീഡിയോയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാബ് സാപ്സോ ടെറിയർ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. 90 ദിവസമായ പപ്പീസാണ്. ഇതാണ് മദർ വരുന്നത്. അടുത്ത് വന്നിരിക്കുന്നത് റോട്ട് വീലറിൻ്റെ ഒരു ഫീമെയിലാണ്. വിത്ത് KCI ആണ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 15000 രൂപയാണ്. ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ആറ്റുകാല തന്നെയാണ് വരുന്നത്. 2 വയസ്സുണ്ട്. 1 ലിറ്റർ എടുത്തതാണ്. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരമാണ്, ആറ്റുകാലാണ്. റോട്ട് ഫീമെയിലാണ്. 2 വയസ്സുണ്ട്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 15000 രൂപയാണ്. വിത്ത് KCI ആണ്. അപ്പോൾ നമ്പറും വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അഡൽട്ട് റോട്ടിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാവുന്നതാണ്.
അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് പ്രാവുകളാണ് വന്നിരിക്കുന്നത്. ആറാമത്തെ സെക്ഷനായിട്ട് വന്നിരിക്കുന്നത് നാടൻ പ്രാവുകളാണ്. 6 നാടൻ പ്രാവുകൾ വന്നിട്ടുണ്ട്. അത് 6ഉം കൂടി ചോദിക്കുന്നത് 1000 രൂപയാണ് ചോദിക്കുന്നത്. ലൊക്കേഷൻ വരുന്നത് കാസർഗോഡാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ 6 നാടൻ പ്രാവുകളുണ്ട്, അതിൽ ക്രോസ് ഉണ്ട്. അതിനും കൂടി 6 കൂടി ചോദിക്കുന്നത് 1000 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ പെറ്റ്സ് ഏതെങ്കിലുമൊക്കെ സെയിലുണ്ടെങ്കിൽ നമുക്ക് വീഡിയോസ് അയച്ചു തരാവുന്നതാണ്. നമ്മുടെ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, വീഡിയോക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, തുടക്കം തൊട്ട് അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഒരുപാട് പെറ്റ്സ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നാടൻ പ്രാവുകളുടെ ലൊക്കേഷൻ വരുന്നത് കാസർഗോഡാണ്. 6 ഉണ്ട്. 1000 രൂപയാണ് ടോട്ടലായിട്ട് ചോദിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. നമ്മൾ ഡയറക്റ്റ് ബ്രീഡേഴ്സിൻ്റെ നിന്നാണ് വീഡിയോസ് നമ്മൾ ചെയ്യുന്നത്. അത് കാരണം നിങ്ങൾക്ക് വാങ്ങുമ്പോൾ റേറ്റ് കുറവുണ്ടാവും. ഡയറക്റ്റ് ബ്രീഡർമാരിൽ നിന്ന് പെറ്റ്സിനെ വാങ്ങുമ്പോൾ റേറ്റ് കുറവിന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ വീഡിയോക്ക് കമൻറ്റുകൾ ചെയ്യുക. അടുത്ത് വന്നിരിക്കുന്നത് നമുക്ക് ടർക്കി കോഴിയുടെ എഗ്ഗിങ് പെയറാണ്. സ്ഥലം വന്ന് മലപ്പുറം അരീക്കോടാണ്. ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. ഈ ജോഡിക്ക് ചോദിക്കുന്നത് 2500 രൂപയാണ്. ടർക്കി കോഴിയുടെ മുട്ടയിടുന്ന ഈ പെയറിന് ചോദിക്കുന്ന റേറ്റ് 2500 രൂപയാണ്. സ്ഥലം പറയുന്നത് മലപ്പുറം അരീക്കോടാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അടുത്തായിട്ട് ബേഡ്സ് വന്നിരിക്കുന്നത് കായംകുളത്തു നിന്നാണ് വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ഓസ്ട്രേലിയൻ വൈറ്റിൻ്റെ ബ്രീഡിംഗ് പെയറാണ്. ബ്രീഡിംഗ് പെയറിന് ചോദിക്കുന്ന റേറ്റ് 2000 ആണ്. അടുത്തൊരു ഫ്ലൈയിങ് പീജിയനാണ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 1200 രൂപയാണ് വരുന്നത്. അടുത്ത വരുന്നത് ഫാൻറ്റെയിലിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 3000 രൂപയാണ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് വൈറ്റ് ഫാൻറ്റെയിലിൻ്റെ ബ്രീഡിംഗ് പെയറിന് ചോദിക്കുന്ന റേറ്റ് 3000 രൂപയാണ്. സ്ഥലം വരുന്നത് കായംകുളമാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഓസ്ട്രേലിയൻ വൈറ്റിൻ്റെ ബ്രീഡിംഗ് പെയറിൻ്റെ വീഡിയോ ആണിത്. ഫാൻറ്റെയിൽ ബ്രീഡിംഗ് പെയർ വരുന്നത് 3000 രൂപയാണ് ചോദിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. ബ്രീഡർ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു ഫ്ലൈയിങ് ബേഡ് വരുന്നതാണ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 1200 രൂപയാണ് ചോദിക്കുന്ന റേറ്റ്. അടുത്ത വന്നിരിക്കുന്നത് നമുക്ക് പേർഷ്യൻ കാറ്റുകളാണ്. അതിൽ പല കാറ്റഗറിയിൽ വരുന്ന കാറ്റുകൾ വന്നിട്ടുണ്ട്. സെമി പഞ്ച്, ഡോള്, പഞ്ച് ഫേസ്, അപ്പോൾ എല്ലാ കാറ്റഗറികളും ഉണ്ട്. മെയിൽ ഫീമെയിൽ കിറ്റൻസ് ഒരുപാട് കൊടുക്കാനുണ്ട്. അപ്പോൾ റേറ്റും കാര്യങ്ങളും സ്റ്റാർട്ടിങ് ഒരു 500 തൊട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് എറണാകുളമാണ്. അപ്പോൾ കാറ്റിനൊക്കെ പേർഷ്യൻ കാറ്റുകൾ വേണ്ടവരൊക്കെ വിളിച്ച് നോക്കിയാൽ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അത്യാവശ്യം റേറ്റ് കുറവിനൊക്കെ കിട്ടുന്നതായിരിക്കും. ഒട്ടുമിക്ക വെറൈറ്റികളുണ്ട്. അപ്പോൾ ഒരുപാട് കിറ്റൻസ് കൊടുക്കാനുണ്ട് ഇപ്പോൾ ഇവിടെ മെയിലും ഫീമെയിലായിട്ട്. അപ്പോൾ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ക്രൈഫിഷും ഷ്രിമ്പുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് പെയർ റേറ്റ് വരുന്നത് 250 to 300 റേഞ്ചാണ് വരുന്നത്. അപ്പോൾ കറക്റ്റ് എമൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എടുക്കുന്നത് അനുസരിച്ചിരിക്കും, ക്വാണ്ടിറ്റി എത്ര എടുക്കുന്നതനുസരിച്ചിരിക്കും. അപ്പോൾ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രൈഫിഷും ഷ്രിമ്പുകളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിച്ചു നോക്കിയാൽ നമ്പർ വീഡിയോയിലുണ്ട്. ഓൾ കേരള കൊറിയർ അവൈലബിൾ ആണ്. അപ്പോൾ സ്ഥലം പറയുന്നത് കണ്ണൂരാണ്. അപ്പോൾ ഇതേപോലെയൊക്കെ നിങ്ങളുടെ പെറ്റ്സൊക്കെ സെയിലിനുള്ളത് നമ്മുടെ നമ്പർക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. നമ്മുടെ നമ്പർ വീഡിയോയിലുണ്ട്. വീഡിയോയ്ക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ബീഗിളുടെ മെയിൽ പപ്പീസാണ്. ചാമ്പ്യൻ ലൈനേജാണ് വരുന്നത്. വിത്ത് KCI 22,500 വരുന്നത്. ബീഗിളുടെ നല്ല അടിപൊളി മെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത്. ക്വാളിറ്റി മെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത്. ചാമ്പ്യൻ ലൈനേജാണ്. വിത്ത് KCI ആണ്. 22,500 ചോദിക്കുന്ന റേറ്റ്. നമ്മൾ ഇവരുടെ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ തന്നെ രണ്ടാമത്തെ സെക്ഷനിൽ വരുന്നത് ഇവരുടെ വീഡിയോ ആണ്. കൊല്ലം ആണ് ലൊക്കേഷൻ വരുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ബീഗിളിൻ്റെ നല്ല അടിപൊളി ക്വാളിറ്റി മെയിൽ പപ്പീസിനൊക്കെ നോക്കുന്നവർക്ക് വാങ്ങാവുന്നതാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. ഇതിന് ചോദിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 22,500
അപ്പോൾ ഫ്ലാറ്റുകളിലൊക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു അടിപൊളി ബ്രീഡും കൂടിയാണ് ബീഗിൾ. വിത്ത് KCI 22,500 പറയുന്നത്. ലൊക്കേഷൻ പറയുന്നത് കൊല്ലമാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇവരുടെ തന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ സെക്ഷനിൽ ഒരുപാട് പപ്പീസ് അവൈലബിൾ ആണ്. ഡോബർമാൻ്റെയും പോമറേനിയൻ പപ്പീസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഒരുപാട് പെറ്റ്സ് നമുക്കിന്ന് സെയിലിന് വന്നിട്ടുണ്ട്. അതായത് ഫിഷ് ആയാലും പ്രാവുകളായാലും അങ്ങനെ ഒരുപാട് പെറ്റ്സ് നമുക്കിന്ന് സെയിലിന് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത് വന്നിരിക്കുന്നത് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ലോങ് കോട്ട് പപ്പീസാണ് വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 15,000 രൂപയാണ് ഇതിന് വരുന്നത്. മെയിലുണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.